കരുവന്നൂർ കേസിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ബിജുവും സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസും ഇഡിക്ക് മുന്നിൽ ഹാജരായി. കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന ഇഡിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. കോർപ്പറേഷൻ കൌൺസിലർ പി.കെ. ഷാജനും ഇന്ന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇഡി മാത്രമല്ല ഇപ്പോൾ ആദായ നികുതി അവരും അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അക്കൗണ്ടുകളെല്ലാം ക്ലിയർ ആണ്. അതിൻ്റെ റിട്ടേൺസ്, വാർഷിക റിട്ടേൺസ് നമ്മൾ ആദായ നികുതി വകുപ്പിന് കൊടുത്തിട്ടുണ്ട്, അവരത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആണ്. എന്താ വെളിപ്പെടുത്താത്ത അക്കൗണ്ട്? നമുക്ക് അങ്ങനെ വെളിപ്പെടുത്താത്ത ഒരു അക്കൗണ്ടും ഇല്ല. പാർട്ടിക്ക് അറിയുന്ന എല്ലാ അക്കൗണ്ടുകളും നമ്മൾ അതിന്റെ മറ്റേ രേഖയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അത് നമുക്കറിയില്ല. പാർട്ടിക്ക് അറിയില്ല. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് അറിവുള്ള പിന്നെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ടി അതാത് ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നമുക്കറിയില്ല. നമുക്കത് ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരു നിലയല്ല അത്. കാരണം നമ്മൾ ഇഡിക്ക് അന്വേഷിച്ച് നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി സ്വത്ത് വിവരം എന്താ മറച്ചു വെക്കുന്നത്? എന്റെ സ്വത്താണ്. പാർട്ടിയുടെ സ്വത്തുക്കളൊന്നും മറച്ചു വെക്കാൻ കഴിയുമോ? ഭൂമിക്ക് അതിന്റെ രജിസ്ട്രേഷൻ ആധാരമില്ലേ? കെട്ടിടങ്ങൾ ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വസ്തുണ്ട്, പാർട്ടിക്ക് അതിന്റെ സ്വത്തുണ്ട്, അത് മറച്ചു വെക്കാൻ കഴിയുമോ? നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതല്ല. എല്ലാ നിലയിലും സഹകരിക്കുന്നു. ഇഡി ആവശ്യപ്പെട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയാം. ഇല്ലാത്ത കാര്യം കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കൈവശം ഇല്ലാത്ത രേഖകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാൻ കഴിയും. രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടല്ലോ, അതല്ലേ നമ്മൾ പറയണത്. കേന്ദ്ര ഗവൺമെന്റ് പ്രതിപക്ഷത്തെ പൊതുവിൽ രാജ്യത്ത് വേട്ടയാടുന്ന ഒരു നിലയാണ് ഇടതുപക്ഷത്തെ കേരളത്തിൽ. വളരെ ബോധപൂർവമല്ലേ അത്? വളരെ ബോധപൂർവമാണ്. പ്രധാനമന്ത്രി പറയട്ടെ. നമുക്കിതിലെ ഒരു ഭയപ്പാടിൻ്റെ പ്രശ്നവുമില്ല, ഒന്നും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. നമ്മളിത് ആരംഭം മുതലേ പറയുന്ന കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ലേ CPIM. അതിൻ്റെ അക്കൗണ്ട്സ് എല്ലാം വളരെ സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും മറച്ചു വയ്ക്കാനില്ല. മറച്ചു വയ്ക്കേണ്ട കാര്യം എന്താ? ഇനി അഥവാ മറിച്ച് എന്തെങ്കിലും നിയമ വ്യവസ്ഥയും നടപടികളും കാര്യങ്ങളൊക്കെ ഇല്ലേ? പാർട്ടി അന്വേഷണം അങ്ങനെയില്ല. അതിനൊരു അന്വേഷണ കമ്മീഷൻ ആ നിലയിലില്ല. അത് അവർക്കറിയാം. നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതെ, ഇലക്ഷനിൽ കരുവന്നൂർ കേസിലാണ് എം വർഗീസും പി.കെ. ബിജുവിനെയും വീണ്ടും ഇഡി ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഇരുവരും ചോദ്യം ചെയ്യലിനായി കൊച്ചി ഓഫീസിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രാഷ്ട്രീയ ലക്ഷ്യമാണ് തികച്ചുമുള്ളത്. CPM-ന് ആ രീതിയിലുള്ള ഒരു രഹസ്യ അക്കൗണ്ടുമോ ഒരു വഴിവിട്ട ഇടപാടുകളോ ഈ അക്കൗണ്ടുകൾ വഴി ഉണ്ടായിട്ടില്ല എന്നാണ് എം വർഗീസിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന ഇഡിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇവരെ ഇഡി ചോദ്യം ചെയ്യാൻ പോകുന്നത്. വിവരങ്ങൾ മുസ്തഫ നൽകും. മുസ്തഫ, രഹസ്യ അക്കൗണ്ടുകൾ വഴി നടത്തിയ ഇടപാടുകൾ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇഡി എം വർഗീസിനെയും പി.കെ. ബിജുവിനെയും ഒക്കെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ അവസാനിച്ചതുമാണ്. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ ഇരുവരുടെയും പ്രതികരണം എന്തായിരുന്നു? ദിവ്യ, അല്പസമയം മുമ്പാണ് പി.കെ. ബിജു ഹാജരായത്. അദ്ദേഹം പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് എം വർഗീസ് ഹാജരായത്. അദ്ദേഹം പക്ഷേ മാധ്യമങ്ങളോട് വളരെ വിശദമായി തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഈ ഇഡി വിളിപ്പിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നു. മുമ്പ് എടുത്ത നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, രഹസ്യ അക്കൗണ്ടുകൾ ഇല്ല എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ വളരെ വിശദമായി പാർട്ടിയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇഡിക്ക് നൽകിയതാണ്. വീണ്ടും വിളിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം, കരുവന്നൂർ
ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് പാർട്ടി നേരത്തെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ആ കമ്മീഷനിലെ അംഗം കൂടിയായ മുൻ MP കൂടിയായ PK ബിജു അദ്ദേഹത്തെ രണ്ടാം തവണയാണ് ED വിളിപ്പിക്കുന്നത്. 8 മണിക്കൂറാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ED ഓഫീസിലെത്തി PK ബിജു അന്വേഷണ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ED വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. അതിനുശേഷമാണ് വീണ്ടും അദ്ദേഹത്തെ വിളിപ്പിക്കുന്നത്. എന്തായാലും അതിനുശേഷം PK ബിജു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എല്ലാ വിവരങ്ങളും നേരത്തെ തന്നെ നൽകിയതാണ്, ആ വിവരങ്ങൾ തന്നെ ഇപ്പോഴും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നും സമാനമായ രീതിയിൽ രണ്ടാം തവണ MM വർഗീസ് ഹാജരാകുമ്പോഴും സമാനമായ വിഷയങ്ങൾ തന്നെയാണ് EDക്ക് മുമ്പിൽ നൽകാനുള്ളത്. എല്ലാ വിവരങ്ങളും നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഇപ്പോൾ വെളുപ്പിക്കുന്നതും കൃത്യമായ രാഷ്ട്രീയപ്രേരിതമായ ലക്ഷ്യമാണ് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റ് ചില കാര്യങ്ങൾ പാർട്ടിയുടെ തൃശ്ശൂരിലുള്ള ആസ്തികൾ സംബന്ധിച്ചൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇതിനൊക്കെ കൃത്യമായ രേഖകളുണ്ട്, ഭൂമി ഇടപാടുകൾക്ക് സ്വാഭാവികമായി ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ ഉണ്ടാകും, അത് മറച്ചുവെക്കാൻ കഴിയില്ല. മറ്റൊന്ന് ഈ പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത്, തനിക്കറിയാവുന്ന വിവരങ്ങൾ മാത്രമല്ലേ EDക്ക് നൽകാൻ കഴിയൂ, ആ രീതിക്ക് നേരത്തെ തന്നെ കഴിഞ്ഞ തവണ വിളിപ്പിച്ചപ്പോഴും അതിനു മുമ്പുമൊക്കെ എല്ലാ അന്വേഷണ കമ്മീഷനുകൾക്കും മുമ്പിലും ഈ വിവരങ്ങൾ ഹാജരാക്കിയതാണ്. ഇതിൽ കൂടുതൽ മറച്ചുവെക്കാനൊന്നുമില്ല, തനിക്കറിയാവുന്ന വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം തനിക്കറിയില്ല എന്നുകൂടി MM വർഗീസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ദിവ്യ. MM വർഗീസും PK ബിജുവും ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി ED കൊച്ചി ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രേരിതമാണ് EDയുടെ നീക്കങ്ങൾ എന്നാണ് MM വർഗീസിന്റെ പ്രതികരണം. മുസ്തഫയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.